ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 47. പത്രോസിന്റെ പെന്തക്കൊസ്ത പ്രസംഗമാണ് നമ്മൾ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 2-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ 32 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ കാണുകയാണ്. ഞാൻ വായിക്കുന്നത് 31 മുതൽ വായിക്കുകയാണ്, അതിൻ്റെ ആ ബന്ധം കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവന്റെ ജഡം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചത്. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്. ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട അവൻ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം പിതാവിൽ നിന്ന് വാങ്ങി ചൊരിഞ്ഞിരിക്കുന്നു. അതാണ് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗങ്ങളിലേക്ക് ആരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം നീ എന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുക. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ച് എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും സുനിശ്ചിതമായി അറിഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തിയെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:9, റോമാലേഖനം 8:34, എഫേസ്യർക്കുള്ള ലേഖനം 1:20. പല തരത്തിൽ ഉയർത്തപ്പെടാം. എങ്കിലും യേശുവിന്റെ ആ ഉയർത്തപ്പെടൽ ശരീരത്തോടു കൂടിയുള്ള ഉത്ഥാനവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്കുള്ള ആരോഹണവുമാണെന്ന് പത്രോസ് കൃത്യമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. യേശുവിനെ ദൈവപിതാവ് അത്യധികം ഉയർത്തി. ആ ഉയർത്തപ്പെടല് ഏതു തരത്തിൽ ഉയർത്തപ്പെടലാണ് എന്ന് പത്രോസ് കൃത്യമായിട്ട് പറയാണ്. അത് ഈ കബറിടത്തിൽ നിന്ന് ശരീരത്തോടു കൂടിയുള്ള ഉത്ഥാനവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്കുള്ള ആരോഹണവുമാണ്. അങ്ങനെ ഉയർത്തപ്പെട്ടവനെയാണ് കീരിയോസ്, യാഹ്വേ അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിക്കുന്നത്. കീരിയോസ് എന്ന നാമധാരിയായ ഇസ്രായേലിന്റെ മിശിഹാ രാജാവ്. ആ ഉയർത്തപ്പെടലിന്റെ അർത്ഥം അങ്ങനെയും കൂടിയാണ്. കീരിയോസായി, കർത്താവായി, യാഹ്വേയായി അവൻ ഉയർത്തപ്പെടുകയാണ്. മുൻപില്ലാതിരുന്ന ഒരു അവസ്ഥ അവനുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അവൻ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ മനുഷ്യത്വം കല്ലറയിൽ ഉപേക്ഷിച്ചില്ല, ആ കബറിടത്തിൽ ഉപേക്ഷിച്ചില്ല. മനുഷ്യത്വത്തോടു കൂടെയാണ് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. ഈ ആരോഹണം നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. അവൻ ഉത്ഥാനം ചെയ്യുന്നത് 3-ാം സ്വർഗത്തിലേക്കാണ്. പറുദീസ് എന്ന് വിളിക്കപ്പെടുന്ന 3-ാം സ്വർഗത്തിലേക്കാണ്. 40-ാം ദിവസമാണ് അവൻ 7-ാം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. ഉത്ഥാനം ചെയ്യുന്നത് 3-ാം സ്വർഗത്തിലേക്കാണ്. അതിന് പറുദീസ് എന്നും പറയും. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസിലായിരിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. വേറെ അർത്ഥം കൂടി ഉണ്ട് അതിന്. അതേക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ധ്യാനിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. 40 ദിവസങ്ങൾക്ക് ശേഷം അവൻ 7-ാം സ്വർഗത്തിലേക്ക് പോയി. അതിനെ മുമ്പ് സ്വർഗാരോഹണം എന്ന് പറയണേ. ഈ 7-ാം സ്വർഗത്തിന്റെ മറ്റൊരു വാക്കാണ് ദൈവത്തിന്റെ വലത്ത് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട യേശു പരിശുദ്ധാത്മാവ് എന്ന ദാനം പിതാവിൽ നിന്ന് വാങ്ങി ചൊരിഞ്ഞിരിക്കുന്നു, ശ്ലീഹന്മാരിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്. വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് യോഹന്നാൻ 15:26. അതായത് പിതാവാണ് കാരണഭൂതൻ, ആക്ടർ എന്ന് പറയുന്നത്, കാരണഭൂതൻ. പിതാവിന്റെ കാര്യകർത്താവാണ് പുത്രൻ തമ്പുരാൻ, ക്രിസ്തു, ഏജന്റ്. ആക്ടർ ദൈവപിതാവ്, ഏജന്റ് യേശു ക്രിസ്തു. ഇത് 2:22 മുൻപ് കണ്ടതാണ്. ശ്ലീഹന്മാരുടെ നടപടി 2:22. ക്രിസ്തുവും പുത്രൻ തമ്പുരാൻ, ദൈവപിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന പുത്രൻ തമ്പുരാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ശിഷ്യന്മാരുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. താൻ മുമ്പ് സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ ക്രിസ്തു ഇപ്പോൾ സഭയുടെ മേൽ വർഷിച്ചിരിക്കുന്നു. സ്ലീഹന്മാരുടെ കെരിഗ്മ,
അപ്പസ്തോലിക പ്രഘോഷണം, ശ്ലൈഹിക പ്രഘോഷണത്തിന് പറയുന്ന പേരാണ് കെരിഗ്മ. സ്ലീഹന്മാരുടെ കെരിഗ്മ, ശ്ലൈഹിക കെരിഗ്മ എന്ന് പറയും. അതായത് അപ്പസ്തോലിക സുവിശേഷ പ്രഘോഷണം, അതിന്റെ ഉത്ഭവം ദൈവപിതാവാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്നത്. ശ്ലൈഹിക കെരിഗ്മയുടെ ഉദ്ഭവം ദൈവപിതാവാണ്. എങ്കിലും കർത്താവായ ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ശരീരത്തോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. കർത്താവായ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞപ്പോഴാണ് ഈ അപ്പസ്തോലിക സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന ശ്ലൈഹിക കെരിഗ്മ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കർത്താവായ ക്രിസ്തുവിന്റെ നേരിട്ടുള്ള ഇടപെടലിൽ നിന്നാണ് സഭയുടെ ദൗത്യം ഉടലെടുക്കുന്നത്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഊന്നി പറയുന്നത്. ഒന്ന്, കെരിഗ്മയുടെ ദൈവികോത്ഭവം, അതായത് പിതാവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ചൊരിഞ്ഞു, ശിഷ്യന്മാരുടെ മേൽ ചൊരിഞ്ഞു. അപ്പൊ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ശ്ലൈഹിക കെരിഗ്മയുടെ അപ്പസ്തോലിക സുവിശേഷ പ്രഘോഷണത്തിന്റെ ഉദ്ഭവം പിതാവായ ദൈവത്തിൽ നിന്ന്. ഇതിനാണ് ദൈവികോത്ഭവം എന്ന് പറയുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ക്രിസ്തുവിന്റെ പ്രവൃത്തി, കർത്താവിന്റെ പ്രവൃത്തി, കർത്താവായ ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്താണ്? പിതാവിൽ നിന്ന് വാങ്ങി ചൊരിയ. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. ആ പരിശുദ്ധാത്മാവിനെ വാങ്ങി, പിതാവിൽ നിന്ന് വാങ്ങി സ്ലീഹന്മാരുടെ മേൽ ചൊരിയുന്നത് കർത്താവായ ക്രിസ്തുവാണ്. ഈ രണ്ട് കാര്യങ്ങളും, അതായത് തെയോസെൻട്രിക് കെരിഗ്മ എന്ന് പറയും ഇംഗ്ലീഷിൽ. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവ കേന്ദ്രീകൃതമായ അപ്പസ്തോലിക സുവിശേഷ പ്രഘോഷണം. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യമാണ് ദ ഡൊമിനിക്കൽ ആക്ഷൻ, കർത്താവായ ക്രിസ്തുവിന്റെ പ്രവൃത്തി. ഇത് രണ്ടും, ദൈവികോത്ഭവവും കർത്താവിന്റെ പ്രവൃത്തിയും വേർപ്പെടുത്താൻ പറ്റാത്ത വിധം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ, സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിന്റെ പകരക്കാരനല്ല പരിശുദ്ധാത്മാവ്. സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിന്റെ പകരക്കാരനല്ല, ക്രിസ്തു സാന്നിധ്യത്തിന്റെ വാഹകനാണ് പരിശുദ്ധാത്മാവ്. ദ ബെയറർ ഓഫ് ക്രൈസ്റ്റ് പ്രസന്റ്, ക്രൈസ്റ്റ് പ്രസൻസ്. ഇത് പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ള ചർച്ചയിൽ സംശയം ഉണ്ടാകാൻ ഇടയുള്ള സംഗതി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഊന്നി പറയുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗങ്ങളിലേക്ക് ആരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. കർത്താവ് എന്റെ കർത്താവിനോട്. പുതിയ നിയമത്തിൽ ഏറ്റവും അധികം എടുത്തുപയോഗിച്ചിരിക്കുന്ന പഴയ നിയമ വചനമാണിത്. സങ്കീർത്തനം 110. അതിൽ 1 മുതൽ 4 വരെ വാക്യങ്ങൾ പലപ്പോഴും ഉപയോഗിക്കും. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന അതാണ്. യേശു തന്നെ അതിനൊരു പുതിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 41 മുതൽ 46 വരെ. അത് മിശിഹ ആരാണെന്ന് ചോദിച്ചു. കർത്താവ് തന്നെയാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ദാവീദിന്റെ പുത്രനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതെങ്ങനെ ശരിയാകുക? ദാവീദ് തന്നെ പരിശുദ്ധാത്മ പ്രചോദനാവിനെ കർത്താവ് എന്ന് വിളിക്കുന്നു. ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. അതിനകത്ത് ഇല്ലേ, കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, നീ എന്റെ വലത്ത് വച്ച് തിരിക്കുക. എന്റെ കർത്താവ് എന്നാണ് ഈ ദാവീദാത്മജനായ മിശിഹ എന്ന് കരുതപ്പെട്ടവനെ ദാവീദ് വിളിക്കുന്നത് എന്റെ കർത്താവ് എന്നാണ്. അപ്പൊ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നതെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? ഇതാണ് കർത്താവ് ചോദിച്ചത്. അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അതായത് മിശിഹ ദാവീദിന്റെ പുത്രൻ തന്നെ, ദാവീദ് ഗോത്രത്തിൽ ജനിക്കുന്നു എന്നതുകൊണ്ട്, പക്ഷെ അവൻ ദാവീദിന്റെ കർത്താവുമാണ്. അതുകൊണ്ട് ദാവീദിന്റെ പുത്രനാണ് എന്ന ഒറ്റ ചിഹ്നത്തിൽ ഒതുക്കി നിർത്തരുത്. അത് പോരാ മിശിഹയെ ചിഹ്നപ്പെടുത്താൻ. അവൻ ദാവീദിന്റെ പുത്രനായിരിക്കുന്നത് പോലെ തന്നെ അവൻ ദാവീദിന്റെ കർത്താവുമാണ്. രണ്ടും ഒരേ ശ്വാസത്തിൽ പറയേണ്ടതാണ് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അക്കാര്യം അന്നത്തെ നിയമപണ്ഡിതന്മാർക്കൊന്നും അറിയില്ലായിരുന്നു, വേദശാസ്ത്രത്തിൽ അറിയില്ലായിരുന്നു. അവർക്ക് പുതിയൊരു വ്യാഖ്യാനം കർത്താവ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ യേശു തന്നെ അവതരിപ്പിക്കാനും പരിശുദ്ധ തൃത്വത്തെ അവതരിപ്പിക്കാനും കർത്താവ് എന്റെ കർത്താവിനോട്. അപ്പോൾ ദൈവത്തിൽ തന്നെ രണ്ടാളുണ്ട്, കർത്താവുണ്ട്, എന്റെ കർത്താവുണ്ട്. പിന്നെ 4ാമത്തെ വാക്യത്തിൽ പറയാണ്, നീ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനാണ്. അപ്പം മെൽക്കീസേദെക്ക് എന്ന പരിശുദ്ധാത്മാവിന്റെ പൂർവ്വരൂപമുണ്ട് ഈ സങ്കീർത്തനത്തില്. അപ്പോൾ ഈ പരിശുദ്ധ തൃത്വത്തിലെ
കർത്താവ് ദൈവപിതാവ്, എന്റെ കർത്താവ് പുത്രൻ തമ്പുരാൻ, മെൽക്കിസേദെക്ക് പരിശുദ്ധാത്മാവ്, ഈ 3 ആളുകളിലേക്കും സൂചന നൽകിയിട്ടാണ് ആ സങ്കീർത്തനം കർത്താവ് വ്യാഖ്യാനിക്കുന്നത്. അതിഗംഭീരമായ വ്യാഖ്യാനമാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് സൂചനകളില്ല എന്ന് പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാര് ഈ തിരുവചനം വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ടതാണ്. ഇതേക്കുറിച്ച് ബെനഡിക്ട് മാർ പാപ്പയും വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വേദശാസ്ത്രികള് നല്ല വേദശാസ്ത്രങ്ങളുടെ ഗ്രന്ഥങ്ങളും ചിന്തകളൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്. ഭൂമിയിലെ തന്റെ ശത്രുക്കളെ ദൈവം കീഴടക്കുമെന്നും സ്വർഗത്തിൽ തന്റെ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തുമെന്നും കർത്താവായ ദൈവം ദാവീദ് ഗോത്രത്തിൽ മിശിഹായോട്, അതായത് എന്റെ കർത്താവ് പറയുന്ന സംഭാഷണം ദാവീദ് കേട്ടു. സങ്കീർത്തനത്തിൽ ഈ തിരുവചനം ദാവീദിനെ കുറിച്ചല്ല എന്നും മറ്റൊരാളെ കുറിച്ചാണെന്നും തെളിയിക്കുകയാണ് യെറൂസലമിൽ ദാവീദിന്റെ കബറിടം. അവിടെ അദ്ദേഹത്തിന്റെ കുഴിമാടമുണ്ട് അവിടെ. അപ്പോ ഈ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഈ ദാവീദ് ഇരുത്തപ്പെട്ടോ? ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തപ്പെട്ടോ? ഇല്ലല്ലോ. അപ്പൊ ദാവീദിനെ കുറിച്ചല്ലല്ലോ ഈ സങ്കീർത്തനം. ദാവീദിനെ കുറിച്ചല്ല, ദാവീദ് ആത്മജനായ മിശിഹായെ കുറിച്ചാണ്. പക്ഷെ ദാവീദ് ആത്മജനായ മിശിഹ ദാവീദിന്റെ കർത്താവുമാണ്. ഇതാണ് തെളിയിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ തിരുവചനം, സങ്കീർത്തനത്തിൽ പറഞ്ഞ തിരുവചനം നിവൃത്തിയായത് ദാവീദ് ആത്മജനും അതേസമയം ദാവീദിന്റെ കർത്താവുമായ യേശുവിലാണ്. എന്നേക്കും നിലനിൽക്കുന്ന രാജത്വം ദാവീദിന് നൽകുമെന്ന് യാഹ്വേ ഉടമ്പടി ചെയ്തിരുന്നു. അതിലേക്ക് നമ്മളെ കണ്ടതാണ് 30-ാമത്തെ വാക്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ, സ്ലീഹന്മാർ നടപടി 2:30, 2 ശമൂവേൽ 7-ാമത്തെ അധ്യായം. മാത്രമല്ല ഗബ്രിയേൽ മാലാഖ മറിയത്തോട് മംഗളവാർത്ത പറയുമ്പോഴും ഇതിലേക്ക് സൂചന നൽകുന്നുണ്ട് അല്ലേ? ദൈവമായ കർത്താവ് അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. യേശുവിന്, മറിയത്തിന്റെ മകനായ യേശുവിന് ദാവീദിന്റെ സിംഹാസനം എന്നേക്കുമായി നൽകുമെന്ന് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസിന് സൂചിച്ചിട്ട് 1:28 മുതൽ വചനങ്ങൾ നോക്കിയാൽ, അപ്പോൾ 32 മുതൽ വചനങ്ങൾ ആണ് ഞാൻ ഈ പറയുന്നത്. 1:32 ലൂക്കാസ്. അപ്പോൾ എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വം ദാവീദിന് നൽകുമെന്ന് യാഹ്വേ ഉടമ്പടി ചെയ്തിരുന്നു. പക്ഷെ അത് ശരിക്കും നിറവേറിയത് ദാവീദിന്റെ പുത്രനായ ദാവീദിന്റെ കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നപ്പോഴാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് അവൻ ലോകം മുഴുവൻ ഭരിക്കുന്നത്. മർക്കോസ് 16:19 അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഇരിക്കുന്ന ആ സ്വർഗാരോഹണമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തില് ഈ സങ്കീർത്തനത്തിൽ പറയുന്ന സംഗതി അക്ഷരശ നിവൃത്തിയായത് യേശുക്രിസ്തുവിലാണ്. ഈ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരുന്ന് അവൻ ഭരിക്കുന്നു. അതുകൊണ്ടാണ് കുരിശിന്റെ മുകളിൽ ഈ INRI എന്ന് എഴുതിയിരിക്കുന്നത്. യേസുസ് ദ നസറൈനോസ് റെക്സ് യുദയോരും, ജീസസ് ദ നാസറൈൻ കിങ് ഓഫ് ദ ജ്യൂസ്. യഹൂദന്മാരുടെ നസ്രായന യേശു യഹൂദന്മാരുടെ രാജാവ്. പക്ഷെ ആ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിൽ കൂടി മനസ്സിലാക്കണം, നമ്മളിപ്പോ പറഞ്ഞ അർത്ഥത്തിൽ. അപ്പോൾ അവൻ രാജാധിരാജനാണെന്ന കാര്യം വെളിപാട് 16:19 പറഞ്ഞത് മനസ്സിലാവും. അവൻ രാജാധിരാജനാണ്. അപ്പൊ രാജാക്കന്മാരാരാ? ഭൂമിയിലെ രാജാക്കന്മാരാണോ അത് നമ്മളാണോ? മാമോദിസ സ്വീകരിച്ച ഓരോരുത്തരും. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? വെളിപാട് 1:6. അവൻ നമ്മെ പുരോഹിതന്മാരും രാജാക്കന്മാരുമാക്കി. പുരോഹിതന്മാരും നമുക്ക് രാജകീയ പൗരോഹിത്യവും രാജകീയ അധികാരങ്ങളുമുള്ളത് കൊണ്ട് ദൈവമായ കർത്താവ് ഈ ലോകത്തെ ഭരിക്കുന്നത് ക്രിസ്ത്യാനികളായ ഓരോരുത്തരുടെയുമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളാണ് രാജാക്കന്മാര്. യേശുക്രിസ്തു രാജാക്കന്മാരുടെ രാജാവ്. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്ന് ഈ ലോകത്തെ ഭരിക്കുകയാണ്. ആൾക്കാരുടെ വിചാരം അവരാണ് ലോകം ഭരിക്കണമെന്ന്, പലരുടെയും വിചാരം. ഒരു പഞ്ചായത്ത് മെമ്പർ ആയാലോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലോ അല്ലെങ്കിൽ ഇപ്പം ട്രംപോ മോദിയോ ആരും ആകട്ടെ, അവര് വിചാരിക്കും അവരാണ് ലോകം ഭരിക്കുന്നതെന്ന്. സത്യത്തിലല്ല. അവരൊക്കെ ദൈവത്തിന്റെ കയ്യിൽ ഉപകരണങ്ങളാണ്. ഓരോ കാലത്തേക്കും ദൈവം ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്നു. അവർ ചിലർക്ക് ദുഷ്ടന്മാരായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർ ദുഷ്ടത ചെയ്താലും കർത്താവ് ചരിത്രത്തിന് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് തന്നെ കർത്താവ് എത്തിക്കും, ആരൊക്കെ എന്തൊക്കെ തകിടം മറിക്കാൻ ശ്രമിച്ചാലും. അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്, ചരിത്രത്തിന്റെ ചരടുകള് കർത്താവിന്റെ വിരലുകളിൽ നിന്നും വഴുതിപ്പോകില്ല. അത് അങ്ങനെ വഴുതിപ്പോയപ്പോൾ ദൈവം അല്ലാണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ ദൈവമായ കർത്താവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് രാജാധിരാജനായ കർത്താവ് ഭരിക്കുന്നു. നമ്മളാണ് രാജാക്കന്മാർ, നമ്മിലൂടെയാണ് ഭരിക്കുന്നത്. അപ്പൊ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് അർത്ഥം. കർത്താവിന് ഈ ലോകം ഭരിക്കാനായിട്ട് വേണ്ട രാജാക്കന്മാരാണ് നമ്മൾ. ആ ഒരു ദൗത്യം, രാജകീയ ദൗത്യം. ആ രാജകീയ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റിപ്പോറ്റുക, അല്ലെ സംരക്ഷിക്കുക,
നയിക്കുക, മാർഗദർശനം കൊടുക്കുക, അങ്ങനെ ഒത്തിരിയേറെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ക്രിസ്ത്യാനികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോളം നീ എന്റെ വലത് ഭാഗത്തിരിക്കുക. ഈ സങ്കീർത്തനത്തിലെ വാക്കിലെടുത്ത് പത്രോസ് അവിടെ ഉപയോഗിക്കുമ്പോൾ പുതിയൊരു പൊരുളുണ്ട്. വേറെ ഒരുപാട് പൊരുളുകളുണ്ട്, പക്ഷെ ഇവിടെ ഒരു പ്രത്യേക പൊരുളുണ്ട്. ഇസ്രായേൽ ഗ്രഹം മുഴുവനോടുമാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. അത് 2:36 പറയുന്നുണ്ട്. ഇസ്രായേൽ ഗ്രഹം മുഴുവൻ കേട്ടുകൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അവരോട് പറയാണ്, നിങ്ങളാണ് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നത്. അതേ വചനത്തിൽ പറയുന്നുണ്ട് 2:36 നിങ്ങളാണ് കർത്താവിനെ കുരിശിൽ തറച്ചു കൊന്നത്. അതായത് അവരായിരുന്നു, ഇസ്രായേൽ ഗ്രഹമായിരുന്നു യേശുവിന്റെ ശത്രുക്കള്. സ്ലീഹന്മാരുടെ നടപടി 7:51-52, ലൂക്കാസ് 11:47-51, 13:33-35 ഈ സൂചനയുണ്ട്. യേശുവിന്റെ ശത്രുക്കൾ യേശുവിനെ കുരിശിൽ തറച്ചവരാണ്. പക്ഷെ യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ചതിലൂടെ ഇപ്പോൾ അവരെ, യേശുവിന് ശത്രുക്കളാണ് ഇസ്രായേലിനെ, യേശുവിന്റെ കാൽ കീഴിൽ ആക്കിയിരിക്കുകയാണ് ദൈവപിതാവ്. പുതിയൊരു പൊരുൾ വരികയാണ്. ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാക്കുമ്പോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. ഇതിൽ ഒരുപാട് പൊരുളുകളുണ്ട്. പക്ഷെ പുതിയൊരു പൊരുളാണ് പത്രോസ് പറയുന്നത്. എന്താണ്? യേശുവിനെ കുരിശിൽ തറച്ചു കൊന്ന ഇസ്രായേൽ ഗ്രഹം, ആ ഇസ്രായേൽ ഗ്രഹത്തെയാണ് ഇപ്പോൾ യേശുവിന്റെ പാദപീഠമാക്കിയിരിക്കുന്നത് ദൈവപിതാവ്. ശത്രുക്കളായിരുന്ന ഇസ്രായേലിനെ കർത്താവായ യേശുവിന്റെ പാദപീഠമാക്കിയിരിക്കുന്നു. ഫുഡ് സ്റ്റൂൾ, അവന് കാലുവയ്ക്കാനുള്ള പീഠമാക്കി മാറ്റി. അപ്പൊ യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നവർക്ക്, ആ കൊന്നവരുടെ ശത്രുതയെ ദൈവപിതാവ് കീഴടക്കുകയാണ്. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ച് എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും സുനിശ്ചിതമായി അറിഞ്ഞുകൊള്ളട്ടെ. യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. കർത്താവും ക്രിസ്തുവും, കർത്താവ് കീരിയോസ് എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഗ്രീക്കില്. പ്രഭു, നാഥൻ, യജമാനൻ, കർത്താവ്, ഉടമസ്ഥൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ പ്രധാനമായും 2 തരത്തിലാണ് ഈ നാമം ഉപയോഗിക്കുന്നത്, ശീർഷകം ഉപയോഗിക്കുന്നത്. ഒന്ന്, രാജകീയ ശീർഷകം. രാജകീയ ശീർഷകം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ രാജാക്കന്മാർക്ക് ഈ ശീർഷകം ഉപയോഗിക്കുന്നുണ്ട്. കീരിയോസ് എന്ന ശീർഷകം ഉപയോഗിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 1:37 ഉദാഹരണമായിട്ട് കാണാം. രണ്ടാമത്തെ ഈ കീരിയോസ് എന്ന അർത്ഥം ദൈവിക ശീർഷകമാണ്. അതായത് പഴയ നിയമത്തിൽ യാഹ്വേ എന്ന ദൈവിക നാമം സെപ്തുജിന്ത് പാഠാന്തരത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് കീരിയോസ് എന്ന സംജ്ഞ ഉപയോഗിച്ചിട്ടാണ്. പുറപ്പാട് 3:15, കത്തോലിക്ക സഭയുടെ മതബോധനം 446, 449 നിങ്ങൾക്ക് വായിക്കാം. 110 സങ്കീർത്തനം വ്യാഖ്യാനിച്ചപ്പോൾ എന്റെ കർത്താവ് എന്ന സംജ്ഞ മിശിഹായെ കുറിച്ചുള്ളതാണെന്നും അതിനാൽ മിശിഹ ദാവീദിന്റെ പുത്രൻ മാത്രമല്ല അവന്റെ കർത്താവാണെന്നും യേശു തന്നെ വ്യക്തമാക്കി. നമ്മൾ കണ്ടതാണിത്. ഇതേ കാര്യമാണ് പത്രോസും ഈ സങ്കീർത്തനം ഉപയോഗിച്ച് ആവിഷ്കരിക്കുന്നത്. അതായത് ദാവീദിന്റെ പുത്രൻ മാത്രമല്ല, ദാവീദിന്റെ യാഹ്വയാണ്, കർത്താവാണ് മിശിഹ. കീരിയോസ് എന്ന് പറയുന്നത് അതായത് ദൈവിക നാമം, യാഹ്വേ നാമധാരി യേശുക്രിസ്തുവാണ്. ഇതാണ് പത്രോസ് 110 സങ്കീർത്തനം ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്നത്. അച്ഛൻ എന്നാൽ ഇത്ര ആവർത്തിച്ച് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിനും സൂചനകളുണ്ട്. ഇപ്പൊ നമ്മളതിൽ യഹോവ സാക്ഷികൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനം, തെറ്റായ പ്രബോധനം എന്താണ്? യേശു യാഹ്വേ അല്ല, യേശു ദൈവപുത്രനാണ്, പക്ഷെ പുത്രനായ ദൈവമല്ല. ദൈവപുത്രൻ എന്നുള്ള വേറെ അർത്ഥമാണുള്ളത് ശരിക്കും. അപ്പോൾ പുത്രനായ ദൈവമല്ല, മറിച്ച് ദൈവപുത്രൻ മാത്രമാണ് യേശു എന്നാണ് യഹോവ സാക്ഷികൾ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ് അവരുടെ മറ്റെല്ലാ പ്രബോധനങ്ങളും. അപ്പം യഹോവ സാക്ഷികൾ അടിസ്ഥാനപരമായ തെറ്റ് എന്ന് പറയുന്നത് യേശു ദൈവമല്ല, ദൈവപുത്രൻ മാത്രമാണ്, ദൈവം തന്നെയായ പുത്രനല്ല യേശു എന്നാണ് അവർ പഠിപ്പിക്കുന്നത് യഹോവ സാക്ഷികൾ. അത് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കാൻ ഇടയായത്? നമ്മൾ ഈ ഇതുപോലുള്ള വ്യാഖ്യാനങ്ങൾ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട്. അപ്പൊ നമുക്ക് ഈ വചനം പറഞ്ഞിട്ട് വേണം അവരെ തിരിച്ചു കൊണ്ടുവരാൻ. അവരൊന്നും നഷ്ടപ്പെടേണ്ടവരല്ല. അവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അവർ നമ്മുടെ സഹോദരന്മാരായിരുന്നു, നമ്മിൽ നിന്ന് പുറപ്പെട്ടു പോയവരാണ്. അവർ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ വചനം കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. നമ്മൾ മുൻപ് കൃത്യമായിട്ട് വചനം അറിയാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ അവർ പോയിരിക്കുക. ഇനി പോകാൻ ഇടയാകരുത്, പോയവർ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ദൈവമായ കർത്താവ് യേശുവിനെ കർത്താവാക്കി വെച്ചു, യാഹ്വേ നാമധാരിയാക്കി വെച്ചു. ദൈവിക ശീർഷകമാണത്. അപ്പൊ ഈ 2 തരത്തിലാണ് ഈ വാക്ക് ബൈബിളിലെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
അത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ തിരിച്ചറിയുക മാത്രമല്ല, തിരിച്ചറിയാതെ നമ്മിൽ നിന്ന് പുറപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നൊരു വാക്കാണ് ക്രിസ്തു. ഇതും പ്രശ്നം പിടിച്ചത് ഒരു സംഗതിയാണ്. നമ്മൾ വളരെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. യേശു ക്രിസ്തു, ക്രിസ്തു യേശു എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ക്രിസ്തു യേശു എന്നും ഉപയോഗിക്കുന്നുണ്ട് പൗലോസ്. അങ്ങനത്തെ വരുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. അതായത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാലും ക്രിസ്തു യേശു എന്ന് പറഞ്ഞാലും ഒന്നല്ല, ചെറിയൊരു അന്തരമുണ്ട്. ഇതെന്താണെന്ന കാര്യങ്ങൾക്ക് അതിന്റെ ഒരു ടെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ നമുക്ക് യേശു ക്രിസ്തു, ക്രിസ്തു വാക്കി വെച്ചെന്ന് പറയണേ. യേശു എന്ന് പറയുന്നത് നസറത്തിലും മറിയത്തിലും ജനിച്ച മകന്റെ പേരാണ് യേശു. മത്തായി 1:21, ലൂക്കോസ് 1:28, 26:38 അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗബ്രിയേൽ മാലൊക്കെ പറയുന്നുണ്ട്, ജോസഫിനോട് പറയുന്നുണ്ട്, മറിയത്തോടും പറയുന്നുണ്ട് മറിയത്തിന്റെ കുഞ്ഞിന് യേശു എന്ന് പേരിടണം. അപ്പം മറിയത്തിന്റെ മകന് ഉള്ള പേരാണ്, അവന്റെ പേഴ്സണൽ നെയിമാണ് യേശു. അതേസമയം അവനെ ദൈവപിതാവ് ഏൽപ്പിച്ച ദൗത്യത്തെ അല്ലെങ്കിൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്, അല്ലെങ്കിൽ നമുക്ക് സ്ഥാനപ്പേരാണ് ക്രിസ്തു അഥവാ മിശിഹ. അഭിഷേകം ചെയ്യുക എന്ന അർത്ഥമുള്ള മിശഹ് എന്ന ഹീബ്രു ക്രിയാധാതു, അതിൽ നിന്നാണ് മിശിഹ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. അരാമിയ ഭാഷയിലും സുറിയാനിലൊക്കെ മിശിഹ എന്നാണ്. മിശിഹ് എന്ന ഇത് ഗ്രീക്കിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ ക്രിയോ എന്നായി. ക്രിയോ. മിശിഹ എന്നത് ക്രിസ്തോസ്, ലത്തീനിൽ അത് ക്രിസ്തുസ്, മലയാളീകരിച്ചപ്പോൾ ക്രിസ്തു. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ ആംഗലേയത്തിൽ ക്രൈസ്റ്റ്. അപ്പോൾ തൈലം പൂശിയാണ് അഭിഷേകം ചെയ്യുക. തൈലം പൂശി. ഈ മിശിഹ എന്ന വാക്കിന് എന്താർത്ഥം? അഭിഷേകം. അഭിഷേകം എന്നാണ് അർത്ഥം. അപ്പോൾ അഭിഷേകം ചെയ്യുക എന്ന അർത്ഥമുള്ള വാക്ക് അതാണ് ക്രിസ്തു മിശിഹ എന്ന വാക്കിൻ്റെയൊക്കെ അർത്ഥം. മിശിഹ എന്നുള്ളത് മസിയ എന്ന ഹീബ്രുവില്, മിശിഹ എന്ന സുറിയാനിയില്, മിശിഹ എന്ന് തന്നെ അരാമിയ. അപ്പോ അതിന്റെ ഗ്രീക്ക് അഭിഷേകം എന്നുള്ള വാക്കാണ് ക്രിയോ ഗ്രീക്കില്. അപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ക്രിസ്തോസ്. അങ്ങനെയാണ് ഈ ക്രിസ്തു എന്നുള്ള വാക്കുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തലയിൽ തൈലം പൂശിയാണ് അഭിഷേകം ചെയ്യുക. രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്തിരുന്നു. അതിൽ ക്രിസ്തു എന്ന വാക്കില് പുരോഹിതൻ എന്ന അർത്ഥവും രാജാവ് എന്ന പൊരുളുമുണ്ട്. അഭിഷേകം ചെയ്തു, രാജാക്കന്മാരെയും അഭിഷേകം ചെയ്തിരുന്നു, പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്തിരുന്നു. തലയിൽ തൈലം പൂശിയിട്ട് ഇങ്ങനെ എണ്ണ ഒഴിക്കുകയാണ്. നമ്മളിപ്പോ ഇങ്ങനെ കൈകൊണ്ട് തൈലം പൂശുകയാണ്. അപ്പോൾ ക്രിസ്തു എന്ന വാക്കില് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നവര് പുരോഹിതന്മാരും രാജാക്കന്മാരും ആയതുകൊണ്ട് അഭിഷേകം എന്ന വാക്കിൽ തന്നെ പുരോഹിതനെന്നും രാജാവെന്നും അർത്ഥമുണ്ട്. ബൈബിളിൽ മൂന്നാമത്തെ അർത്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവ് തന്നെ. അതായത് ഈ യെശയ്യായുടെ പുസ്തകം 61 ഉപയോഗിച്ചുകൊണ്ടാണ് സിനഗോഗിൽ വെച്ചിട്ട് തന്റെ ഈ മാനിഫെസ്റ്റോ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രകടന പത്രിക എന്ന് പറയുന്ന പോലെ കർത്താവിന്റെ പ്രകടന പത്രിക അവതരിപ്പിച്ചപ്പോൾ യെശയ്യായുടെ പുസ്തകം 61 എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എളിയവരോട് സുവിശേഷം പ്രഘോഷിക്കാൻ യാഹ്വേ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ യാഹ്വേയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. നോക്കുക, വാചകം ഒന്നുകൂടി കേൾക്കുക. എളിയവരോട് സുവിശേഷം പ്രഘോഷിക്കാൻ യാഹ്വേ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ യാഹ്വേയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇത് ശരീരത്തിൽ തൈലമൊഴിക്കുന്നതിനെ കുറിച്ചല്ല, പരിശുദ്ധാത്മന്റെ ആവാസമാണ് ഇവിടെ അഭിഷേകം, പരിശുദ്ധാത്മന്റെ ആവാസം. അപ്പോ തൈലമൊഴിക്കുന്നത് ബാഹ്യമായ അടയാളവും പരിശുദ്ധാത്മാന്റെ ആവാസം എന്ന് പറയുന്നത് അതിന്റെ ആന്തരിക യാഥാർത്ഥ്യവുമാണ്. ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരാനായി പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ആവസിച്ചുവോ അവനെയാണ് ഈ മാമോസ മുക്കിയത്, വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്തത് സ്നാപയോഹന്നാൻ. ഉള്ളിൽ സംഭവിച്ചത് പരിശുദ്ധാത്മാന്റെ ആവാസമാണ്, പുറത്ത് നടന്നത് വെള്ളമൊഴിക്കലോ തൈലം പൂശലോ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ബാഹ്യമായ അടയാളം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മുടെ ചില പെന്തക്കോസ്തക്കാർ പറയും, അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ പറയും, നിങ്ങളിങ്ങനെ ഒലിവ് കുറുക്കി ഒഴിച്ചാൽ പരിശുദ്ധാത്മ വരില്ലാണ്. ഈ തിരുവചനങ്ങൾ അർത്ഥം അറിയുമെങ്കിൽ അവരെങ്ങനെ പറയുമായിരുന്നോ? അപ്പൊ അവർക്ക് കത്തോലിക്ക സഭ ചെയ്യുന്നത് എല്ലാം തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം ഇല്ലാത്തത് കൊണ്ട്, ബുദ്ധിശൂന്യരായിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് അവര് ഈ സഭയിൽ നിന്ന് പുറത്തു പോകുന്നത്. അവർ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരും ഈ വചന വ്യാഖ്യാനം കേൾക്കട്ടെ. ഇതിന് ഈ ക്രിസ്തു, യേശു ക്രിസ്തു, ഈ രണ്ടും ഒരുമിച്ച് പലപ്പോഴും ഉപയോഗിക്കുന്നു. നമ്മളിത് വളരെ പ്രധാനപ്പെട്ട സംഗതി അതിനകത്ത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഴത്തിലേക്ക് പോകുകയാണ്. യേശുവിൽ, അവനിൽ മാത്രം ക്രിസ്തുവിനെ കാണുന്ന വ്യക്തി, അതായത് അഭിഷക്തനെ കാണുന്ന വ്യക്തി, യേശുവാണ് അഭിഷക്തൻ എന്ന് അംഗീകരിക്കുന്ന വ്യക്തി,
അതായത് രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ ക്രിസ്തുവാണ് എന്ന് അംഗീകരിക്കുന്ന വ്യക്തി യേശുവില് ആളത്വത്തിന്റെയും പ്രവൃത്തിയുടെയും സമ്പൂർണ്ണ ഐക്യമുള്ളതിനാൽ അവൻ അതുല്യനും അദ്വിതീയനുമാണെന്ന് മനസ്സിലാക്കും. എന്നാൽ അച്ഛൻ ഇങ്ങനെ പറയണേ എന്ന് ചിലപ്പോൾ വിചാരിക്കും അല്ലേ. ചില ആളുകളെങ്കിലും ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, യേശു അല്ലേ, യേശു ചരിത്ര വ്യക്തിയാണ്, ക്രിസ്തു അത് ദൈവം അഭിഷേകം ചെയ്തവനാണ്. ഈ ഒരു ദ്വന്ദ്ഭാവം യേശു ക്രിസ്തുവിൽ ഇങ്ങനെ രണ്ട് ആളുള്ളത് പോലെ ചില വേദശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ തോന്നും. ചരിത്രത്തിലെ യേശുവും വിശ്വാസത്തിലെ ക്രിസ്തുവും രണ്ടും രണ്ടാളാണെന്ന മട്ടില്. അത് അങ്ങനെയല്ല എന്ന് പറയാനാണ് ഞാൻ ആവർത്തിക്കുന്നത്. യേശുവിൽ അവനിൽ മാത്രം ക്രിസ്തുവിനെ കാണുന്ന വ്യക്തി, അതായത് രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ട ആളെ കാണുന്ന വ്യക്തി, യേശുവാണ് ക്രിസ്തു എന്ന് അംഗീകരിക്കുന്ന വ്യക്തി, യേശുവില് ആളത്വം, അവന്റെ പ്രവൃത്തി എന്താണ്? രക്ഷ കൊണ്ടുവരിക. ആള് യേശു, ആളും അവന്റെ പ്രവൃത്തിയും സമ്പൂർണമായി ഐക്യപ്പെട്ടിരിക്കുന്നു, താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവൻ അതുല്യനാണ്, അദ്വിതീയനാണ്, അന്യാദർശനാണ്, യുണീക്കാണ്. മറ്റൊരാൾ ഇങ്ങനെ ഇല്ല. ക്രിസ്തു യേശു എന്ന ബന്ധം, ക്രിസ്തു ഹൈഫൺ യേശു എന്ന ബന്ധം യേശു എന്ന ആളും ക്രിസ്തു എന്ന പ്രവൃത്തിയും തമ്മിലുള്ള അത്യഗാധമായ ഐക്യം തന്നെയാണ്. ക്രിസ്തു എന്ന പ്രവൃത്തി എന്നാൽ അഭിഷേകം ചെയ്യപ്പെടുക. യേശു എന്ന ആളും ക്രിസ്തു എന്ന ആ പ്രവൃത്തിയും അത്യഗാധമായ ഐക്യത്തിൽ ഇരിക്കുന്നു. അവന്റെ ആളത്വം അവന്റെ ബലി എന്ന പ്രവൃത്തിയുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഈ അഭിഷേകം പൂർത്തിയാകുന്നത് കുരിശിലെ ബലിയിലാണ്. രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആ രക്ഷ പൂർത്തിയാകുന്നതും സംഭവിക്കുന്ന എവിടെയാണ്? കുരിശിലാണ്. അപ്പോൾ ക്രിസ്തുവെന്ന ആളും യേശുവെന്ന ആളും ക്രിസ്തു എന്ന പ്രവൃത്തിയും അത്യാഘാതമായ ഐക്യത്തിലാണ്. അവന്റെ ആളത്വം, ഈ യേശുത്വം എന്ന് പറയാൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവന്റെ ബലി ക്രിസ്തുത്വം എന്ന് വേണമെങ്കിൽ പറയാം, ആ പ്രവൃത്തിയുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുക. ഇത് രണ്ടല്ല, ഒന്നാണ്. അങ്ങനെയെങ്കിൽ വേറൊരു പോയിന്റ് കൂടി സംഭവിക്കുകയാണ്. ഈ ദൈവത്തിന്റെ നിരുപാധിക സ്നേഹമാണ് യേശു. നമ്മെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി വന്നതാണ് യേശു. അപ്പോൾ ദൈവത്തിന്റെ നിരുപാധിക സ്നേഹമാണ്, ദൈവത്തിന്റെ നിരുപാധിക സത്യവുമാണ് യേശു. അതിനാണ് ലോഗോസ് എന്ന് യോഹന്നാൻ പറയുന്നത്. ആദ്യം ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ നിരുപാധിക സത്യമാണ് ലോഗോസ് എന്ന യേശു. രണ്ടും, സ്നേഹവും സത്യവും ഒരൊറ്റ ആളില് അഭേദ്യമായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്നതിനാൽ സ്നേഹത്തെ വിശ്വാസത്തിൽ നിന്നോ വിശ്വാസത്തെ സ്നേഹത്തിൽ നിന്നോ വേർതിരിച്ച് കാണാൻ കഴിയില്ല. സത്യവും സ്നേഹവും താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ആളെയാണ് യേശു ക്രിസ്തു എന്ന് നമ്മൾ വിളിക്കണേ. സത്യവും സ്നേഹവും താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. നിരുപാധിക സ്നേഹവും നിരുപാധിക സത്യവും ഒന്നായി താതാത്മ്യം പ്രാപിച്ചവനെ മാംസം ധരിച്ച ലോഗോസ് എന്ന് യോഹന്നാൻ വിളിച്ചു. യോഹന്നാൻ 1:14. ചുരുക്കത്തില് യേശു ഹൈഫൺ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു ഹൈഫൺ യേശു എന്നിട്ട് മാത്രമേ നസ്രത്തിലെ ദൈവപുത്രനെ അടയാളപ്പെടുത്താൻ പറ്റൂ. അത്ര അഗാധമാണ് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന യേശുവിന്റെ ആളത്വത്തിന്റെ ഐക്യത. ദൈവം അയക്കുകയും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുകയും ചെയ്ത ക്രിസ്തുവും ചരിത്രത്തിൽ ജീവിച്ചിരുന്ന യേശുവും ഒരാൾ തന്നെ, രണ്ടല്ല. ഒരു കാര്യം കൂടെ അപ്പം ഇതിന്ന് തെളിയാണ്. സ്നേഹവും വിശ്വാസവും തമ്മിലുള്ള പാരസ്പര്യം. യേശുവും ക്രിസ്തുവും തമ്മിലുള്ള അത്യഗാധമായ ഐക്യത്തിന്റെ അനന്തരഫലമാണ് സത്യത്തില് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും താതാത്മ്യം എന്നതിനാൽ ക്രിസ്തു ദർശനം, അതായത് ക്രിസ്തു വിജ്ഞാനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് വിശ്വാസം. യേശുവും ക്രിസ്തുവും തമ്മിലുള്ള ഈ തുടർച്ചക്കുറി, ഈ ഹൈഫൺ പറഞ്ഞല്ലോ, അത് സ്നേഹവും വിശ്വാസം തമ്മിലുള്ള കെട്ടുപണയിലാണ്. ഇതേ ഐക്യത സ്നേഹവും വിശ്വാസവും തമ്മിലുള്ളത് കൊണ്ട് സ്നേഹം വിശ്വാസം, വിശ്വാസം സ്നേഹം എന്ന തുടർച്ചക്കുറി ഇട്ട് മാത്രമേ ബൈബിള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് സ്നേഹത്തിലൂടെ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പൗലോസ് പറഞ്ഞത്. ഗലാത്യലേഖനം 5:6. സ്നേഹത്തിലൂടെ വ്യാപരിക്കുന്ന വിശ്വാസം. അച്ഛൻ എന്തൊക്കെയോ മുന വെച്ചാണല്ലോ സംസാരിക്കണേ എന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പണിയുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് പല സഭകളുണ്ടായത്. ഈ മാർട്ടിൻ ലൂതർ, ഈ ക്രിസ്തുമതത്തിന് നവോത്ഥാനകരായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് മാർട്ടിൻ ലൂതർ. 1520 മുതലുള്ള ആ കാലയളവ് പറയണേ. സ്നേഹത്തെ അവതരിപ്പിച്ചത് ബാഹ്യജീവിതം എന്നാണ്. ബാഹ്യജീവിതം, ആന്തരികതയുള്ള ജീവിതം വിശ്വാസമാണെന്നാണ് പുള്ളി പറയണേ. അതായത് ബാഹ്യജീവിതം മാത്രമാണ് സ്നേഹം, ആന്തരിക ജീവിതം വിശ്വാസം മാത്രമാണ്.
ദൈവത്തോടൊപ്പം ഇരിക്കാനുള്ള മേശ വിശ്വാസമാണെന്നും മനുഷ്യരുടെ കൂടെ ഇരിക്കാനുള്ള രണ്ടാം മേശയാണ് സ്നേഹമെന്നും മാർട്ടിൻ ലൂഥർ പഠിപ്പിച്ചു. ദൈവത്തോടൊപ്പം ഇരിക്കാനുള്ള മേശ വിശ്വാസത്തിന്റെ, മനുഷ്യരോട് കൂടി ഇരിക്കാനുള്ള മേശ രണ്ടാം മേശ അത് സ്നേഹം. എന്ന് വെച്ചാൽ സ്നേഹം ഒരു പടി താഴെയാണ്, വിശ്വാസം താഴെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു സ്നേഹം വിശുദ്ധമല്ല, അത് ഭക്തിഹീനമാണ്, വെറും ലൗകികത്വമാണ് എന്നൊക്കെ മാർട്ടിൻ ലൂഥർ പഠിപ്പിച്ചു. മനുഷ്യരുടെ കൂടെ ഇരിക്കാനുള്ള മോഹമാണ് സ്നേഹം, അത് രണ്ടാം മേശയാണ്, ഒന്നാം മേശയ്ക്കൊപ്പം ഇടാൻ പറ്റുന്നതല്ല. വിശ്വാസം എന്ന ഒന്നാം മേശയ്ക്കൊപ്പം ഇടാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ സ്നേഹം ഭക്തിഹീനമാണ്, വെറും ലൗകികത്വമാണെന്നൊക്കെ ലൂഥർ പഠിപ്പിച്ചു. അതിനാൽ അദ്ദേഹത്തിന് അടുത്ത ഘട്ടമാണ് നിയമത്താലുള്ള നീതിയാണ് ഈ പഴയ നിയമത്തിലെ നിയമം കൊണ്ടുള്ള ന്യായപ്രമാണം കൊണ്ടുള്ള നീതിയാണ് എന്നും പൗലോസ് വിവക്ഷിക്കുന്ന വിശ്വാസത്തുള്ള നീതിയല്ല സ്നേഹമെന്നും മാർട്ടിൻ ലൂഥർ നിലപാടെടുത്തു. അക്കാരണത്താൽ തന്നെ കൃപയുടെയും രക്ഷയുടെയും മേഖലയിൽ നിന്ന് സ്നേഹത്തെ ഒഴിവാക്കുകയായിരുന്നു ലൂഥർ. അതായത് കൃപയുടെയും രക്ഷയുടെയും മേഖലയിൽ നിന്ന് അദ്ദേഹം സ്നേഹത്തെ ഒഴിവാക്കി മാർട്ടിൻ ലൂഥർ. അങ്ങനെയാണ് പ്രോട്ടസ്റ്റന്റ് നവോത്ഥാനം എന്ന് പറയുന്ന സംഗതി ഉണ്ടായത്. അത് നവോത്ഥാനമായിരുന്നു അല്ല, പുറകോട്ട് പോവുമായിരുന്നു. അയാളുടെ വീക്ഷണത്തിൽ വൈകല്യമാണ് ഈ പറയുന്നത്. അത് സ്നേഹവും വിശ്വാസവും തമ്മിൽ വേർതിരിക്കണമെന്നാണ് അദ്ദേഹം പറയണേ. സ്നേഹം രണ്ടാം തരമാണ്, വിശ്വാസമാണ് ഒന്നാം തരം. അപ്പോൾ ക്രിസ്തു യേശു ഈ ആളെ രണ്ടാളാക്കി തിരിക്കണമെന്നാണ് പറയണേ. മാർട്ടിൻ ലൂഥർ പറഞ്ഞതിന്റെ ചുരുക്കതാണ്. അതുപോലെ തന്നെ പറയാണ് സ്നേഹവും വിശ്വാസവും തമ്മിൽ വേർതിരിക്കണം, സത്യവും സ്നേഹം തമ്മിൽ വേർതിരിക്കണം. ഇങ്ങനെ വേർതിരിവിന്റെ ഒരു കഥയാണ് മാർട്ടിൻ ലൂഥർ കൊണ്ടുവന്നത്. സ്നേഹത്തെയും വിശ്വാസത്തെയും വേർതിരിച്ച് കണ്ട ലൂഥറാണ് യൂറോപ്പിന്റെ ഭൗതികവൽക്കരണത്തിന് കാരണക്കാരൻ. ഇപ്പൊ യൂറോപ്പിൽ നമ്മൾ പ്രത്യേകിച്ചും ജർമ്മൻകാരനാണ് ഈ മാർട്ടിൻ ലൂഥർ. ജർമ്മനിയിൽ എന്തുകൊണ്ടാണ് സഭ ഇതുപോലെ വഷളായി നിൽക്കുന്നത്? അതിന് കാരണം പ്രോട്ടസ്റ്റന്റ് സഭയാണ്. കാരണം വിശ്വസിച്ചാൽ മതി, എന്ത് തോന്നിയാസാകാം. സോള ഫീദേ, രക്ഷ വിശ്വാസത്താൽ മാത്രം. സോള ഫീദേ, വിശ്വാസം മാത്രം. പിന്നെ കൃപ മാത്രം. ഇങ്ങനെല്ലാം വേർതിരിച്ചിട്ട് ക്രിസ്തു മാത്രം, യേശു വേണ്ട, ക്രിസ്തു മാത്രം. ഇങ്ങനെ എല്ലാം വേർതിരിച്ച് സ്നേഹത്തെ സത്യത്തിൽ വേർതിരിച്ചു, സ്നേഹത്തെ വിശ്വാസത്തിൽ വേർതിരിച്ചു. എന്നിട്ട് സത്യം രണ്ടാം തരമാണ്, സ്നേഹം രണ്ടാം തരമാണ്, ഒന്നാം തരം വിശ്വാസം മാത്രമാണ്. വിശ്വസിക്കുക, പിന്നെ സ്നേഹിക്കും വേണ്ട, സത്യം പറയും വേണ്ട. അങ്ങനെയപ്പോ യൂറോപ്പ് എങ്ങനെയായത്? ആ ജർമ്മൻ വ്യവസ്ഥ ലോകത്തിലേക്ക് പലയിടത്തും പ്രചരിക്കാൻ തുടങ്ങി, നമ്മുടെ നാട്ടിലേക്കും വന്നു. ഈ തെറ്റ് അവരിപ്പോ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തിരിച്ചു വരവ് എളുപ്പമല്ല, പോകുന്നത്ര എളുപ്പത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല. ഇങ്ങനെ സ്നേഹത്തെയും വിശ്വാസത്തെയും, സ്നേഹത്തെയും സത്യത്തെയും, യേശുവിനെയും ക്രിസ്തുവിനെയും വേർതിരിച്ച മാർട്ടിൻ ലൂഥറിന്റെ വൈകല്യത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ട്രെന്റ് സൂനോദോസ് വിളിച്ചത്. ട്രെന്റ് സൂനോദോസ് മാർട്ടിൻ ലൂഥറിന്റെ ഈ പരിപാടികൾക്ക് നിങ്ങൾക്കിത് കൂടുതലായിട്ടും നിങ്ങൾക്ക് ക്രിസ്തുധർമ്മ പ്രവേശിക്കുക എന്ന് പറഞ്ഞിട്ട് ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകമുണ്ട്, മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ 288 മുതൽ 291 വരെ വചനങ്ങൾ വായിക്കാം. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തട്ടെ. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും. എന്താണ് ഇസ്രായേൽ ഗ്രഹം? ഇസ്രായേലിന്റെ സമ്മേളനം നിർണായക വഴിത്തിരിവിൽ എത്തിയിരിക്കുന്നതാണ് പത്രോസ് പറയണേ. 30,000 പേരാണ് ഇസ്രായേലിൽ കൂടിയിരിക്കുന്ന പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ. അതെവിടെ നിന്നാ പ്രസംഗിച്ച ആ ചവിട്ടുപടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് കണ്ടു കഴിഞ്ഞു. ദൈവം തെരഞ്ഞെടുത്ത ജനം, അതാണ് ഇസ്രായേൽ ഗ്രഹം. അവരെ ദൈവം തെരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ ജനം എന്നറിയപ്പെടുന്നത്. ദൈവം വാഴിച്ച് നിയമിച്ച ക്രിസ്തുവിനെ നിരാകരിച്ചവര് ഇസ്രായേൽ ഗ്രഹത്തിൽ അംഗങ്ങളല്ല. അതിനാൽ ദൈവം തെരഞ്ഞെടുത്തവരായിരിക്കണമെങ്കിൽ, അതിനാണ് ഇസ്രായേൽ ഗ്രഹം എന്ന് വിളിക്കുക, ആയിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് പശ്ചാത്തപിച്ച് ക്രിസ്തീയ മാമോദിസം സ്വീകരിക്കണം. അപ്പോഴേ ഇസ്രായേൽ ഗ്രഹമാകൂ. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ഗ്രഹമാകണമെങ്കിൽ ദൈവം അയച്ച് വാഴിച്ച് നിയമിച്ച് കർത്താവാക്കി വെച്ച ആ യേശുവിനെ സ്വീകരിക്കണം. പശ്ചാത്തപിച്ച് യേശുവിനെ സ്വീകരിക്കണം. ആ യേശുവിനെ സ്വീകരിക്കുന്നതിന്റെ ബാഹ്യമായ അടയാളമായിട്ട് മാമോദീസ സ്വീകരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും, ആവാസം ഉണ്ടാകും. അപ്പോൾ മാത്രമാണ് അവർ ഇസ്രായേൽ ഗ്രഹമാകുക. അല്ലെങ്കിൽ ഇസ്രായേൽ ഗ്രഹമാകില്ല. ഇതാണ് പത്രോസ് പറഞ്ഞത്. ഇസ്രായേൽ ഗ്രഹം ഒക്കെയും സുനിശ്ചിതമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവർ, നിങ്ങൾ കേൾക്കുന്നവരിൽ
നിങ്ങൾ ദൈവജനമാകണമെങ്കിൽ, ദൈവത്തിന്റെ ജനമാകണമെങ്കിൽ, ഇസ്രായേൽ ഗ്രഹമാകണമെങ്കിൽ ദൈവം അയച്ച ക്രിസ്തുവിനെ, ദൈവം വാഴിച്ച ക്രിസ്തുവിനെ, ക്രിസ്തുവും കർത്താവുമാക്കി വച്ച യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുകയും ആ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പശ്ചാത്തപിച്ച് ക്രിസ്തീയ മാമോദിസ സ്വീകരിക്കുകയും വേണം. ഇതാണ് പത്രോസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇസ്രായേൽ ഗ്രഹമാകും. ആരാണോ യേശുവിനെ കൊന്നത് അവരെ മുഖത്ത് നോക്കിയിട്ടാണ് പത്രോസ് ഈ പറയണേ. അവർ പത്രോസിനെ കൊല്ലാതിരുന്നത് മഹാഭാഗ്യം. പക്ഷെ ആ സമയത്ത് അവൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ തിളങ്ങി നിൽക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രകാശം പത്രോസിൽ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. പത്രോസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഗംഭീരമാണ് ഈ പത്രോസിന്റെ പെന്തക്കോസ്ത പ്രസംഗം. 30,000 പേര് കേട്ടവരിൽ 10%, 3,000 പേര് അന്ന് മാമോദിസ സ്വീകരിച്ചു. ക്രിസ്തുവിനെ രക്ഷകനും ക്രിസ്തുവിനെ അംഗീകരിച്ച് മാമോദിസ സ്വീകരിച്ചു. ആ മാമോദിസ എന്ന് പറഞ്ഞ വെള്ളത്തിലേക്ക് മുക്കലൊന്നുമല്ല, അവിടെ അങ്ങനെ മുക്കാനുള്ള സംവിധാനമൊന്നുമില്ല. വെള്ളം തെളിക്കുകയായിരുന്നു. അങ്ങനത്തെ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് മതിയായിരുന്നു. അതൊരു ബാക്കി അടയാളമാണ്, പരിശുദ്ധാത്മാവ് വന്നതിന്റെ ബാക്കി അടയാളം. ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുകയാണ്. അങ്ങനെ ഒരു വാക്ക് കർത്താവ് തന്നിട്ടുള്ളത് കൊണ്ടാണ്. അതേ വാക്ക് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് കൂദാശകളിൽ. ചുരുക്കത്തിൽ ഈ ചിലർക്കൊക്കെ ഇച്ചിരി കട്ടിയാണ് ഇന്നത്തെ പ്രസംഗം. പക്ഷെ അത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട്, ഇപ്പം നമുക്ക് അപ്പോളജറ്റിക്സ് ഉണ്ട്, അവർ നന്നായി സീരിയസ് ആയിട്ട് പഠിക്കുന്നവരാണ്. ഇതുപോലെ വളരെ ഡയലോഗുകൾ ഏർപ്പെട്ടിരിക്കുന്ന, അതുപോലെ ഡോക്മകൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സഭയുടെ വലിയ സമ്പന്നതയെ കാണിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ പ്രസംഗം എൻ്റെ ഇന്നത്തെ ക്ലാസ് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണമെന്നും അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിൽ ശ്ലൈഹിക കരിക്മയിൽ നിങ്ങളും പങ്കുചേരണമെന്നും അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിച്ചു കൊണ്ടിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.